ഈ കാണുന്ന രണ്ട് പ്ലേറ്റിലും 300 കാലറീസ് ഉണ്ട്. പ്ലേറ്റ് എയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 24 ഗ്രാംസ് പ്രോട്ടീൻ ഉണ്ട്, 20 ഗ്രാംസ് ഗുഡ് ഫാറ്റ് ഉണ്ട്, ലെസ് ദാൻ 1 ഗ്രാം കാർബ്സും ഉണ്ട്. പ്ലേറ്റ് ബിയിൽ നോക്കിക്കഴിഞ്ഞാൽ 60 to 65 ഗ്രാംസ് കാർബ്സ് ഉണ്ട്, 1 to 5 ഗ്രാംസ് പ്രോട്ടീൻ ഉണ്ട്, 1 to 2 ഗ്രാംസ് ഫാറ്റും ഉണ്ട്. കഴിഞ്ഞില്ല, ഫാറ്റും പ്രോട്ടീനും ആയതുകൊണ്ട് തന്നെ ഡൈജഷൻ ഭയങ്കര സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസിൽ പെട്ടെന്ന് ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല, ഇൻസുലിനും പെട്ടെന്ന് ഉയരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജി സ്റ്റേബിൾ ആയിരിക്കും. മാത്രമല്ല GLP-1, പെപ്റ്റൈഡ് YY ഇതുപോലുള്ള സാറ്റൈറ്റി ഹോർമോൺസ് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. അതായത് ഈ ഹോർമോൺസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കണം, അതായത് വയറ് ഫുള്ളായി, ഇനി കഴിക്കാൻ പറ്റില്ല. ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നില്ല. ഈ പ്ലേറ്റിലെ ഫുഡിന്റെ തെർമിക് എഫക്റ്റും കൂടുതലാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കാൻ വേണ്ടിയിട്ട് ശരീരം കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യണം, അത് വളരെ കൂടുതലാണ്. ലാസ്റ്റ് പോയിന്റ്, ഈ പ്രോട്ടീൻസ് നമ്മുടെ മസിൽ റിക്കവറിക്കും റിപ്പയറിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റ് ബിയിലോട്ട് വരാം. ഇതൊരു റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അതായത് അതിൽ പ്രോട്ടീനോ കാര്യമായിട്ട് ഫൈബറോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ അപ്പം തന്നെ ഡൈജസ്റ്റ് ആവും, ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവും, ഇതുമൂലം ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവും. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എപ്പോഴും സ്റ്റോറേജ് മോഡിലാണ്, എപ്പോഴും ബോഡി സ്റ്റോർ ചെയ്യുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറ്റൈറ്റി ഹോർമോൺസ് അത് ഇവിടെ ഉണ്ടാവുന്നില്ല, അതായത് ബ്രെയിനിൽ ഒരു സിഗ്നൽ പോകുന്നില്ല. പകരം ഇവിടെ ഗ്രെലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹങ്കർ ഹോർമോൺ ആണ് എപ്പോഴും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് വിശപ്പ് തോന്നിപ്പിക്കുന്ന ഒരു ഹോർമോൺ. ഈ ഇൻസുലിൻ ഉയർന്നു വെക്കുന്നതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഷുഗർ ക്രാഷ് ഉണ്ടാകുന്നു, അതുകൊണ്ട് നമുക്ക് ക്രേവിങ്സ് കൂടുതലാകുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിന്നാനുള്ള ഒരു പ്രവണതയും കൂടി വരുന്നു. ഇത് നമ്മുടെ വെയിറ്റ് ഗെയിനിലേക്കും എത്തിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കലോറീസും നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യണത് 2 തരത്തിലാണ്. ഇനി പറയാം, നിങ്ങൾ ഇതിൽ ഏത് കലോറി ചൂസ് ചെയ്യും?